യെസ്. ആൻജിയോപ്ലാസ്റ്റി. അതായത് ഇപ്പം നമ്മളൊരു സ്ഥലത്ത് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ഹാർട്ടിന് പ്രശ്നമായിട്ട് ചെന്നാൽ ആദ്യം അവർ പറയുന്നത് ആൻജിയോഗ്രാം ദെൻ ആൻജിയോപ്ലാസ്റ്റി. അപ്പം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, കാരണം നമ്മുടെ കൂടെയുള്ള ആൾക്ക് വയ്യാതിരിക്കുകയാണ്. ഈ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബേസിക് എന്ന് തുടങ്ങുകയാണെങ്കിൽ വാട്ട് എക്സാക്ട്ലി ഈസ് ആൻജിയോപ്ലാസ്റ്റി? ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി എന്നുള്ള പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിൻ്റെ ഈ ഹാർട്ടിൻ്റെ ഹൃദ്രോഗം അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത് തന്നെ ഹാർട്ടിൻ്റെ മസിൽ പമ്പ് ഉണ്ടല്ലോ. ഹാർട്ട് ഒരു മസിൽ പമ്പാണല്ലോ. അതെ. ഈ മസിൽ പമ്പിനകത്തേക്ക് ബ്ലഡ് കൊടുക്കുന്ന പ്രധാനപ്പെട്ട 3 ബ്ലഡ് വെസൽസ് ഉണ്ട്. ഈ ബ്ലഡ് വെസൽസിനകത്ത് വരുന്ന ബ്ലോക്കും അതുമൂലം ഹാർട്ട് മസിൽസിനുണ്ടാകുന്ന ഡാമേജ് ആണ് ഹാർട്ട് ഡിസീസ്, എന്ന് പറയും. ഹൃദ്രോഗം എന്ന് നമ്മൾ പറയുന്നത്. അതാണ് ഒരു 90% നമ്മൾ ഹൃദ്രോഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു 10% ആണ് വാൽവുലർ ഹാർട്ട് ഡിസീസ്, ജന്മനാലുള്ളതൊക്കെ. പക്ഷേ 90% ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹാർട്ട് ഡിസീസ് ഉള്ളൊരു പേഷ്യൻ്റ് നമ്മൾ ആദ്യമേ ഹോസ്പിറ്റലിലേക്ക് ചെല്ലണമെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ഹൃദ്രോഗ സംബന്ധമായ ഒരു സിംറ്റം ഉണ്ടാവും. ഉദാഹരണമായിട്ട് ഒരു നെഞ്ചുവേദന ഉണ്ടാകുക, അല്ലെങ്കിൽ ശ്വാസം മുട്ട് ഉണ്ടാകുക, അല്ലെങ്കിൽ ബോധക്ഷയം ഉണ്ടാകുക. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിനകത്ത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് അതൊരു എന്താണ് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ആൻജിയോഗ്രാം അല്ല കേട്ടോ ചെയ്യുന്നത്. അല്ലേ? ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ECGs എടുത്ത് നോക്കും. ECGക്കകത്ത് എന്താണ് അബ്നോർമാലിറ്റി, ഇതെല്ലാം നമ്മൾ ആദ്യം നേരത്തെ നമ്മൾ കൂർക്കമ്പലിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു ഗ്രേഡഡ് ആണ്. ആദ്യം നമ്മൾ ഇനീഷ്യൽ ടെസ്റ്റുകളുണ്ട്, കൊളസ്ട്രോൾ, ഷുഗർ Preliminary കുറച്ച് ടെസ്റ്റുകൾ, ടെസ്റ്റുകൾ. പിന്നെ ഒരു ECG എടുത്ത് നോക്കും. ECGക്കകത്ത് അബ്നോർമാലിറ്റി ഉണ്ടോ. പിന്നെ നമ്മളിപ്പോൾ സാധാരണ ചെയ്യുന്നതാണ്, നെഞ്ചുവേദനയായിട്ട് വരുന്ന ഒരു പേഷ്യൻ്റ് ചെയ്യുന്ന ടെസ്റ്റാണ് ട്രോപ്പോണിൻ ടെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഈ ട്രോപ്പോണിൻ ടെസ്റ്റ് ഒരു പ്രാവശ്യം നോർമൽ ആണെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു 12 മണിക്കൂർ കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്നോടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യും. ഈ 2 ടെസ്റ്റ് നോർമൽ ആണെങ്കിൽ സാധാരണ ഇതിൽ നമ്മൾ പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യും സാധാരണ മെഡിസിൻ ഇതിൽ. കൊടുത്തു വിടുക. അതേസമയത്ത് ട്രോപ്പണിൻ ലെവൽ ഹൈ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ചെറിയ രീതിയിലുള്ള ഹാർട്ട് മസിൽ ഡാമേജ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു ബിഗിനിങ് ആയിട്ട് ഉണ്ട് എന്നാണ്. അപ്പോൾ പല സമയത്തും ചിലപ്പോൾ നമുക്ക് ECGക്കകത്ത് ചേഞ്ചസ് ഉണ്ടാവണമെന്നില്ല. ബാക്കി ആളുടെ ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്ന പെയിൻ ചിലപ്പോൾ സബ്സൈഡ് ചെയ്ത് കാണും. പക്ഷേ ഇത് പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ചെറിയ ബ്ലോക്സ് എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഇത് കണ്ടുപിടിക്കേണ്ടത് തുടക്കത്തിലാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഏറ്റവും അഡ്വാൻസ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ രോഗം ഏറ്റവും അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടുപിടിക്കുന്നതിനകത്ത് വലിയ കാര്യമില്ല. ഇപ്പോൾ ക്യാൻസർ വന്നു കഴിഞ്ഞിട്ട് മരിക്കുന്നതിൻ്റെ തലേദിവസം ഡയഗ്നോസ് ചെയ്യാൻ ഒരു ടെസ്റ്റും വേണ്ട, ആളെ നോക്കിയാൽ മതി. ഹാർട്ട് ഡിസീസ് വന്ന് ആൾ മരിക്കുന്നതിൻ്റെ തലേദിവസം ആൾക്ക് ഡയഗ്നോസ് ചെയ്യാൻ ഒരു ടെസ്റ്റും വേണ്ട. അപ്പോൾ അതിനകത്ത് അങ്ങനെ കണ്ടുപിടിക്കുന്നതിനകത്ത് കാര്യമില്ല. നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ബിഗിനിങ് സ്റ്റേജിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ആൻജിയോഗ്രാം എന്നുള്ളൊരു ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. ഈ ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു 70-80% പേഷ്യൻസിന് മെഡിക്കേഷൻസ് മാത്രമേ ആവശ്യമുള്ളൂ. കാരണം പല ബ്ലോക്കുകളും നമുക്ക് മെഡിക്കേഷൻസ് കൊണ്ട് തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു നല്ല ശതമാനം ബ്ലോക്കുകളും ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ബ്ലോക്കുകളാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ അപകടം ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് പ്രശ്നങ്ങളാണെങ്കിൽ മാത്രമേ ആൻജിയോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ ബൈപ്പാസ് സർജറിയുടെയോ ആവശ്യം വരണുള്ളൂ. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് 1977 ഫസ്റ്റ് അത് അതിൻ്റെ സ്റ്റാർട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യകാലത്തൊക്കെ അത് വെറും ബലൂൺ വെച്ചൊന്ന് വികസിപ്പിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോൾ അത് മനസ്സിലായി, അത് കഴിഞ്ഞ് ബലൂൺ വെച്ച് വികസിപ്പിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും അടഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ സ്റ്റെൻറ്റ് എന്ന് പറയുന്നൊരു സംഗതി കണ്ടുപിടിച്ചത്. ഒരു 1985 സ്റ്റെൻറ്റ് ആദ്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പോൾ ഈ സ്റ്റെൻറ്റ് വെച്ചാൽ പോലും ഒരു 30% ആൾക്കാർക്ക് പിന്നെ അത് അടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പിന്നെയും കണ്ടുപിടിച്ചത്. അപ്പോൾ അങ്ങനെയാണ് പിന്നെ മെഡിക്കേറ്റഡ് സ്റ്റെൻറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് പിന്നെ വന്നത്. അതൊരു 96 മെഡിക്കേറ്റഡ് സ്റ്റെൻറ്റ്. ഞങ്ങളൊക്കെ പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്താണ് മെഡിക്കേറ്റഡ് സ്റ്റെൻറ്റ് വന്നു തുടങ്ങുന്നത്. ആ സമയത്ത് 96 to 2000 ആ സമയത്ത്. ഇപ്പോൾ 2003 ഒക്കെ ആയപ്പോഴത്തേക്ക് അത് സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ യൂസ്. പക്ഷേ ഈ മെഡിക്കേറ്റഡ് സ്റ്റെൻറ്റ് കൊടുത്താൽ പോലും ഒരു ചെറിയ ശതമാനം പേഷ്യൻസിന് പിന്നെയും ബ്ലോക്കേജ് വരും. ചില സമയത്ത് ബ്ലോക്ക് ഭയങ്കര ഹാർഡായിരിക്കും. അങ്ങനെയുള്ളതിനാണ് ഇപ്പോൾ ഇടയ്ക്ക് പേഷ്യൻസിന് പലർക്കും അറിയാവുന്ന സംഗതിയാണ് ഇത്. നമുക്കിത് ഈ ബ്ലോക്ക് ഡ്രില്ല് ചെയ്ത് കളയാന്ന് പറയും. അല്ലെങ്കിൽ കാൽഷ്യം ഉണ്ട് ഹാർട്ടിനകത്ത്. അപ്പോൾ ഈ കാൽഷ്യം നമുക്കത് ബ്രേക്കപ്പ് ചെയ്യാനായിട്ട് ഈ ബലൂൺ വെച്ചിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഈ നമ്മുടെ കിഡ്നിയുടെ സ്റ്റോൺ പൊട്ടിക്കുന്ന പോലെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന പുതിയ ടെക്നോളജി. അതുപോലെ തന്നെ ലേസർ ഉപയോഗിച്ച് വളരെ ചുരുക്ക സിറ്റുവേഷൻസിലേ ആവശ്യം വരുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള ടെക്നോളജി വഴി നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ഇപ്പോൾ ആ ഒരു ബ്ലോക്കിനെ ക്ലിയർ ചെയ്യാനായിട്ട് അപ്പോൾ ഒരു 80-90% കൂടുതലുള്ള ബ്ലോക്കിനെയാണ് നമ്മൾ യൂഷ്വലി ഇത് അഡ്രസ്സ് ചെയ്യുന്നത്, സാറിന് ചെയ്യേണ്ടി വരിക. അതായത് മോർ ദാൻ 80% ഉള്ള 80-90% കൂടുതലുള്ളവർക്കാണ് ഇത് ചെയ്യേണ്ടി വരിക. അതും രക്തക്കുഴലിൻ്റെ തുടക്ക ഭാഗത്തുള്ളവർക്ക് മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള അതും ഇങ്ങനെ ഈ അക്യൂട്ട്, അതായത് നെഞ്ചുവേദനയായിട്ട് ആശുപത്രിയിലേക്ക് കാഷ്വാലിറ്റി വഴി അഡ്മിഷൻ വരുന്ന ആ ടൈപ്പ് ഓഫ് പേഷ്യൻസിനാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഏറ്റവും കൂടുതൽ അതായത് സിംറ്റം അത്ര എവിഡന്റ് ആയിട്ടുള്ള ആളുകൾ. അതെ, നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതും ഇതുപോലെ ട്രോപ്പണിൻ ലെവൽസ് ഭയങ്കര ഹൈ ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് പേഷ്യൻസിന് മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ 1977 കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. ഇതുവരെയുള്ള ഒരു 50 വർഷക്കാലത്തിനിടയ്ക്ക്
ഒരുപാട് അഡ്വാൻസസ് ആൻജിയോപ്ലാസ്റ്റിയിൽ വന്ന പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ മരുന്നിലും അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. പണ്ട് കാലത്ത് നമ്മൾ ബൈപ്പാസ് ചെയ്തുകൊണ്ടിരുന്ന പല കേസിനും നമുക്ക് ഇന്ന് ആൻജിയോപ്ലാസ്റ്റി മതി. മതി പക്ഷേ പണ്ട് കാലത്ത് ബൈപ്പാസ് ആൻജിയോപ്ലാസ്റ്റിയും ചെയ്തിരുന്ന പലതിനും ഇപ്പോൾ മെഡിക്കേഷൻസ് മാത്രം മതി. ബൈപ്പാസും ആൻജിയോപ്ലാസ്റ്റിയും ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു 70% പേഷ്യൻസിനെങ്കിലും ഇപ്പോൾ മരുന്നുകൊണ്ട് തന്നെ നമുക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ ഇന്ന് വരുന്ന പല പേഷ്യൻസിൻ്റെ അടുത്തും പറയാറുണ്ട്, ഇന്നിപ്പോൾ നമുക്ക് പുതിയ മെഡിസിൻസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഈ ഡയഗ്നോസിസ് ഒരു 15 വർഷം മുമ്പായിരുന്നെങ്കിൽ നിങ്ങളെ ഹാർട്ട് മാറ്റി വയ്ക്കാനായിട്ട് റെഫർ ചെയ്തേനെ. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇന്ന് നമുക്കത് മെഡിക്കേഷൻസ് കൊണ്ട് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന മെഡിസിൻസ് ഉണ്ട്. ഒത്തിരി അഡ്വാൻസ്ഡ് ആയി പോവുക, അല്ലെങ്കിൽ മെഡിക്കേഷൻ കഴിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് ഒത്തിരി ലേറ്റായി പോവുക, ഇങ്ങനെയുള്ള സ്ഥിതിയിൽ മാത്രമേ ശരിക്കും ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു ആവശ്യകത വരുന്നുള്ളൂ. വളരെ ചെറിയൊരു ശതമാനം പേഷ്യൻസ്. ബാക്കി എല്ലാവരും മെഡിക്കേഷൻസിൽ തന്നെ നേരത്തെ കണ്ടുപിടിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതെ. ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ ശരീരം മുഴുവൻ സ്പ്രെഡ് ചെയ്തിട്ട് ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റിന് വരുന്ന പോലെ ഏറ്റവും ഹാർട്ട് ഫെയിലിയറും വന്ന ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ വരുന്ന പേഷ്യൻസിന് പിന്നെ ഈ മെഡിക്കേഷൻസ് ഒന്നും അത്ര ഇഫക്റ്റീവ് ആവില്ല. ഇപ്പൊ ഈ ആൻജിയോപ്ലാസ്റ്റിക് ഡോക്ടർ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു 80-90% എബവ് ഉള്ള ആളുകൾക്ക് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി നോക്കാം. അതുപോലെ തന്നെ രക്തക്കുഴലിന്റെ ബിഗിനിങ് സ്റ്റേജിലുള്ള അതിപ്പോ ഈ ക്രൈറ്റീരിയാസ് നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്യാണ് ആർക്കൊക്കെയാണ് ആൻജിയോപ്ലാസ്റ്റി വേണ്ടത്. നമുക്കതങ്ങനെ ഒരു മാത്തമാറ്റിക്സ് പോലെ നമുക്കതിങ്ങനെ 1, 2, 3, 4 എന്ന് പറയാൻ പറ്റുന്ന സിറ്റുവേഷൻ. അതിനകത്ത് ഒരുപാട് ഫാക്ടറിനെ ആശ്രയിച്ചായിരിക്കും. ഇപ്പോൾ ഈ ബ്ലോക്കിന്റെ ലൊക്കേഷൻ എവിടെയാണ്, ബ്ലോക്കിന്റെ പെർസെൻറ്റേജ് എത്രയാണ്, ഈ ബ്ലോക്ക് പെട്ടെന്നുണ്ടായതാണോ, ഈ ബ്ലോക്ക് ബ്രാഞ്ചസിലാണോ, ചെറിയ രക്തക്കുഴലിലാണോ, ചില സമയത്ത് ഹാർട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബോഡി തന്നെ ഓട്ടോ കറക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ബോഡി റിപ്പയർ ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് നല്ല ഉറക്കമാണെങ്കിൽ റിപ്പയർ ചെയ്യുന്ന ഓട്ടോ റിപ്പയർ ചെയ്യും. അപ്പോൾ ബോഡി ഇങ്ങനെ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ ഞങ്ങൾ കാണാറുണ്ട് പല സമയത്തും. ഒരു സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ട്, 2 സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ട്. ബട്ട് ഹാർട്ട് തന്നെ ഓട്ടോലി ഇൻറ്റേർണൽ ബൈപ്പാസ് ചാനൽസ് വേറൊരു സ്ഥലത്ത് നിന്ന് കൊടുത്ത് ആ സൈഡിലേക്ക് കംപ്ലീറ്റ് മസിൽസിനകത്തേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യും. അപ്പോൾ അവർക്ക് ഈ ആൻജിയോപ്ലാസ്റ്റിയുടെ ആവശ്യമില്ല ശരിക്കും. പിന്നെ ആളുടെ ലൈഫ് സ്റ്റൈൽ എന്തോരം ഉണ്ട്, എന്തുമാത്രം എക്സേർട്ട് ചെയ്യുന്നുണ്ട്, എന്തോരം ജോലി ചെയ്യുന്നുണ്ട്, പിന്നെ അവരുടെ ഏജ് എത്രയാണ്, അവരുടെ മറ്റ് പാരലൽ ഡിസീസസ്, അതായത് അവരുടെ ലങ്സിൻ്റെ ഡിസീസ് ഒരുപാട് കൂടുതൽ, കിഡ്നി പ്രോബ്ലം ഉള്ളവർക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി ഫാക്ടറിനെ മേശപ്പുറത്ത് നിരത്തി വെച്ചിട്ടാണ് വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ ദ പേഷ്യൻറ്റ്. ഇപ്പോൾ പേഷ്യൻ്റെ അടുത്ത് എല്ലാം പറയും, എൻ്റെ അടുത്ത് വാട്ട് ഈസ് ബെസ്റ്റ്, നമ്പർ 1 ഓപ്ഷൻ ഇതാണ്, നമ്പർ 2 ഓപ്ഷൻ ഇതാണ്, അതാണ്. അപ്പോൾ അവർക്കത് ഇപ്പം ഞങ്ങളിപ്പോൾ ഈ ഷെയർഡ് ഡിസിഷൻ മേക്കിംഗ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് പേഷ്യൻറ്റുമായിട്ട് സംസാരിച്ച് പേഷ്യൻറ്റിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് ബെസ്റ്റ് ഏതാണെന്നാണ് അവരെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടാണ് അവർക്ക് ബെസ്റ്റ് ഏതാണെന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ശരിക്കും. അപ്പോൾ നമ്മൾ എൻ്റെ നോട്ടത്തിൽ നിങ്ങൾക്ക് ഇതാണെന്നല്ല പറയേണ്ടത്, അവരും കൂടെ കൂടിയിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യാനാണ് പറയുന്നത്, നിങ്ങൾക്ക് ഇന്ന ചെയ്താൽ ഇന്ന ബെനിഫിറ്റ് ഉണ്ട്, പക്ഷേ ഇത്ര ചിലവ് വരും, ഇത്ര ദിവസം നിങ്ങൾ റെസ്റ്റ് എടുക്കണം, പക്ഷേ നിങ്ങൾക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് വ്യത്യാസം വരും. അതായത് അവരുടെ ഇപ്പോൾ 55 വയസ്സുള്ള ഒരാൾ ചിലപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്താൽ 55 വയസ്സുകാരനെ പോലെ ജീവിക്കാൻ പറ്റും, ചെയ്യാണ്ടിരുന്ന അയാൾ 75 വയസ്സുകാരനെ പോലെ ജീവിക്കണം. അപ്പോൾ ആ ചോയ്സ് പേഷ്യൻറ്റ് വിട്ടുകൊടുക്കുക. അപ്പോൾ അതുപോലെയാണ് ആ ഡിഫറൻസ്. നിർബന്ധിക്കാൻ പാടില്ല. കാരണം നിർബന്ധിക്കുന്ന സിറ്റുവേഷൻ ഒന്നേ ഉള്ളൂ. പേഷ്യൻ്റ് വളരെ സിക്കാണ്, ക്രാഷ് ചെയ്ത് കൊളാപ്സ് ചെയ്ത് വരുന്ന ഒരു സിറ്റുവേഷനകത്ത് പിന്നെ നമ്മളാണ് തീരുമാനം എടുക്കുന്നത് എന്താ പേഷ്യൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ നമുക്ക് അധികം പേഷ്യൻറ്റിനോട് ബൈസ്റ്റാൻഡറോട് സംസാരിക്കുന്നു, നമ്മളെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കുക, ആളുടെ ലൈഫ് സേവ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അവിടെ പിന്നെ നമുക്ക് ആ ഡിസ്കഷനുള്ള ഒരു റിലവൻസ് കുറവാണ്. പറ്റുന്നിടത്തോളം ചാൻസ് ഉണ്ടെങ്കിൽ ചെയ്തിരിക്കണം. ആൻജിയോപ്ലാസ്റ്റി അല്ലാണ്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഹാർട്ട് പ്രശ്നങ്ങൾക്ക്? മെഡിസിൻസ് ആണ് ലൈഫ് സ്റ്റൈലാണ് നമ്പർ 1, പിന്നെ ഡയറ്റാണ് നമ്പർ 2, പിന്നെ ലൈഫ് സ്റ്റൈലും ഡയറ്റും അതിന് ഒന്നിച്ച് വരും, പിന്നെ മെഡിക്കേഷൻസ് ആണ്, പിന്നെ ബാക്കിയുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷനകത്ത് ഞാൻ പറഞ്ഞല്ലോ സ്ട്രെസ് ഒപ്റ്റിമൈസേഷൻ എന്നതിന് പറയുന്നത് കേട്ടോ. സ്ട്രെസ് മാനേജ്മെൻറ്റിനേക്കാൾ കൂടുതൽ, അതായത് തീരെ ടെൻഷൻ ഇല്ലെങ്കിലും ആൾക്കാർക്ക് പ്രശ്നമാണ്. അതെന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഹാർട്ടിനെക്കുറിച്ച് ഒരു പേടിയും ഒരു ടെൻഷനും ആവശ്യമാണ് ശരിക്കും. എന്നാൽ ഓവറായാലും പ്രശ്നമാണ്. ഈ ഹാർട്ട് പേഷ്യൻ്റ് അതാണ് നിങ്ങൾ എവറിത്തിങ് ഇൻ മോഡറേഷൻ എന്ന് പറഞ്ഞതാണ്. ചെറിയൊരു സ്ട്രെസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ പരീക്ഷയ്ക്ക് പിള്ളേർ പഠിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ടെൻഷൻ ആവശ്യമാണ്. ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ പരീക്ഷ എഴുതാൻ പറ്റാണ്ടായി പോകും എന്ന് പറഞ്ഞ പോലെ തീരെ ടെൻഷൻ ഇല്ലെങ്കിൽ കാഷ്വൽ ആയി പോകും. അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ കാര്യം ഇപ്പോൾ ഈ തീരെ കാഷ്വലായ പേഷ്യൻസിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവർ മരുന്ന് കഴിക്കില്ല, വല്ലപ്പോഴും കഴിച്ചു, കൂടെയുള്ളവർ പുറകെ നടക്കണം, അങ്ങനെയുള്ളവർക്ക് പ്രശ്നം വരും. അപ്പോൾ അവർക്ക് അവരുടെ ഹാബിറ്റ് അങ്ങനെയാണ്, അവരെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നത്തെ അത് കഴിഞ്ഞിട്ട് നിൽക്കാത്ത സ്റ്റേജിലാണ് നമ്മൾ ഈ ആൻജിയോപ്ലാസ്റ്റി ഉള്ള പേഷ്യൻസ് വിടുന്നത്. അതിലും പറ്റാത്ത പേഷ്യൻസിനാണ് ഇപ്പോൾ സർജറിക്ക് വിടുന്നത്. അപ്പോൾ അത് പണ്ട് കാലത്ത് സർജറിക്കായിരുന്നു പേഷ്യൻസ് കൂടുതലായിട്ടും പോയിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ മെഡിസിൻസും ആൻജിയോപ്ലാസ്റ്റിയും കൊണ്ട് ഒരു 90% കൂടുതൽ പേഷ്യൻസിനെ ക്ലിയർ ചെയ്യാൻ പറ്റും.
പിന്നെ ഒരു ചെറിയ ശതമാനം പേഷ്യൻസിന് സർജറി തന്നെ വേണം. കാരണം അവർക്ക് ഈ ചെറിയ രക്തക്കൊള്ളായിരിക്കും, മൾട്ടിപ്പിൾ ബ്ലോക്സ് ആയിരിക്കും, ഒത്തിരി അഡ്വാൻസ്ഡ് ആണ്. അങ്ങനെയുള്ളവർക്കൊന്നും ആൻജിയോപ്ലാസ്റ്റി ചെയ്താലും അത് ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടില്ല, അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടില്ല. അതൊന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതായത് ആൻജിയോപ്ലാസ്റ്റി ആർക്കൊക്കെ ചെയ്യാൻ പറ്റാതെ വരും? ചെയ്യാൻ പറ്റാണ്ട് വരും. കാരണം ചെറിയ രക്തക്കൊള്ളിൽ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ രക്തക്കൊള്ളിൽ കംപ്ലീറ്റ് അടഞ്ഞു പോയിട്ട് ലോങ് ആയിട്ടുള്ള ബ്ലോക്കുകളുണ്ട്, ക്രോണിക് ബ്ലോക്സ്. ചെറിയ രക്തക്കുഴൽ എന്ന് പറഞ്ഞാൽ രക്തക്കൊള്ളിൻ്റെ സൈസ് ചെറുതായി പോകും. 2 മില്ലിമീറ്ററൊക്കെ താഴെ വലിപ്പമുള്ള ബ്ലഡ് വെസൽസിൽ, 2.5 മില്ലിമീറ്റർ സൈസിൽ താഴെയുള്ള ബ്ലഡ് വെസൽസ് നമ്മൾ ചെയ്ത അതിൻ്റെ റിസൾട്ട് ചെറിയൊരു ഷോർട്ട് റിസൾട്ടേ കിട്ടുള്ളൂ. അത് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കില്ല. ചില രക്തക്കൊള്ളിൽ ഈ ഭയങ്കര ഹെവി കാൽഷ്യം ഒരുമാതിരി എല്ലാം ബ്രേക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും ചിലപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട്. ചിലപ്പോൾ മൾട്ടിപ്പിൾ ബ്ലോക്സ് ഉണ്ട്, ഒരുപാട് ബ്രാഞ്ച് പോയിൻറ്റ്സ്, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിനകത്തൊക്കെ എപ്പോഴും സർജറിയാണ് പ്രിഫേർഡ് മെത്തേഡ് അത് ഇതിനേക്കാളും. അപ്പോൾ ഒരു 10% പേഷ്യൻസിന് സർജറിയാണ് ഏറ്റവും ഇതിനേക്കാൾ ബെറ്റർ. കാരണം അവരുടെ ഡിസീസ് കണ്ടുപിടിച്ചത് ഇപ്പോൾ ഒരു സിംഗിൾ സെൻറ്റൻസ് സ്റ്റോപ്പ് ചോദിക്കുക, ആർക്കാണ് ബൈപ്പാസും ആൻജിയോപ്ലാസ്റ്റിയും വേണ്ടതെന്ന് ചോദിച്ചാൽ ഒറ്റ സെൻറ്റൻസിന് ആൻസർ പറയാം, ഹൃദ്രോഗം കണ്ടുപിടിക്കാൻ താമസിച്ചു പോകുന്നവർക്കാണ്. ഡിലേഡ് ഡയഗ്നോസിസ് അവർക്കാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ആവശ്യം വരിക. ഏർലി ഡയഗ്നോസിസ് ഉള്ളവർക്ക് ഒരു ഇച്ചിരി ഒരു ലൈഫ് സ്റ്റൈൽ, ഒരു ഡിസിപ്ലിനും ആണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്ത് കളയാൻ പറ്റും. അത് വിത്ത് മെഡിക്കേഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഇറ്റ് ക്യാൻ ബി ക്ലിയർ ചെയ്ത് കളയാൻ പറ്റും, കൺട്രോൾ ചെയ്ത് കളയാൻ പറ്റും. ഇത് കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ, ക്യൂർ ചെയ്യാനല്ല പറ്റുന്നത്. ഇപ്പോൾ ഡയബറ്റീസ് നമുക്ക് കൺട്രോൾ ചെയ്യാനല്ലേ പറ്റുള്ളൂ, ക്യൂർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ. ഹൈ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റും, ക്യൂർ ചെയ്യാൻ പറ്റില്ല. അതിനുള്ളത് കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. അത് ഇനി ഒരു അടുത്ത 15 വർഷത്തിൽ കണ്ടുപിടിക്കുമായിരിക്കും. 15 വർഷത്തിനുള്ളിൽ കണ്ടുപിടിക്കും. കാരണം ഒരുപാട് അഡ്വാൻസസ് ഇപ്പോൾ മെഡിക്കേഷൻസിൽ വരുന്നുണ്ട്. ഇപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ അൾസറിന് ഞാൻ ഓർക്കുന്നുണ്ട്, ഹൗസ് സർജൻസ് ചെയ്യുന്ന കാലത്ത് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്ന സർജറി അൾസർ സർജറിയാണ്. 1988-89 ചെയ്യുന്നത്. ആ സമയത്ത് അൾസറിനുള്ള ഓപ്പറേഷനാണ് ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ അൾസറിനൊരു ഓപ്പറേഷൻ ഒരെണ്ണം പോലും ചെയ്യുന്നില്ല, കാരണം കംപ്ലീറ്റ് മെഡിസിൻസ് ടേക്ക് ഓവർ ചെയ്തു. അപ്പോൾ ആ ഒരു വ്യത്യാസം ഇതിനകത്ത് എല്ലാത്തിലും വരുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്.